വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അപായപ്പെടുത്തുന്നതിന് ഫർസാനയെ പേരമലയിലേക്ക് എത്തിച്ചത് അതീവ രഹസ്യമായി. പേരുമലയിലെ വീട്ടിലെത്തും മുൻപ് അഫാനും ഫർസാനയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ന്യൂസ് 8 ലഭിച്ചു. മുക്കുനൂരിൽ നിന്ന് വെഞ്ഞാറമൂട് ടൗണിലേക്ക് എത്താതെ ഇടവഴിയിലൂടെ ഫർസാന കാവറയിലേക്കാണ് നടന്നത്. അഫാൻ പിന്തുടർന്നെത്തുന്നതും ഫോണിൽ വിളിക്കുന്നതും പുറത്തുവന്ന CCTV ദൃശ്യങ്ങളുണ്ട്. കാമുകയുടെ മുഖം വികൃതമാക്കി കൊലപ്പെടുത്തിയതിന്റെ കാരണം വ്യക്തമാക്കാതെ സംഘം അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. വളരെ ചെറിയ ഒരു സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴും രഹസ്യമായിട്ട് തന്നെ ഫർസാന വരട്ടെ കൊണ്ടുവരികയാണ് എന്നുള്ളത് കുറച്ചുകൂടെ ആ സംഭാഷണത്തിലൊക്കെ കുറച്ച് വ്യക്തമാണ് എന്ന് തോന്നുന്നു. എന്തിനാണ് ഫർസാനയുടെ മുഖം വികൃതമാക്കി അത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്നത് സംബന്ധിച്ചൊന്നും അന്വേഷണ സംഘം ഒന്നും തുറന്നു പറയുന്നില്ല. ഇത് ഏത് ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുന്നു, ഇനിയും പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട് എന്നുള്ളൊരു നിഗമനം കൂടിയാണോ വേണ്ടത് ഈ സമയത്ത്? ഡാൻ, തിങ്കളാഴ്ച വൈകുന്നേരം, അതായത് ഈ കൂട്ടക്കൊലപാതകം നടക്കുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് ഫർസാനയ്ക്ക് ഈ വീട്ടിലേക്ക് എത്താനുള്ള, പേരമലയിലെ വീട്ടിലേക്ക് എത്താനുള്ള അഫാന്റെ ഫോൺ സന്ദേശം ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ ഏതാണ്ട് 3:15 ശേഷം പുത്തൂരിലുള്ള വീട്ടിൽ നിന്ന് നടന്ന് ഈ ഫർസാന പ്രധാന റോഡിലേക്ക് എത്തുന്നത്. അതായത് മുക്കുന്നൂർ എന്ന പ്രധാന റോഡിലേക്ക് എത്തുന്നു. മുക്കുന്നൂരിലൂടെ 3:32 വരെ പ്രധാന റോഡിലൂടെ തന്നെയായിരുന്നു ഫർസാനയുടെ സഞ്ചാരം. 3:32 ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന്, അതായത് വെഞ്ഞാറമൂട് ടൗൺ എത്തുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞാണ് ഫർസാനയുടെ പിന്നീടുള്ള സഞ്ചാരം. അത് മറ്റാരും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഈ അഫാൻ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന റോഡിലൂടെയുള്ള യാത്ര ഒഴിവാക്കി ഈ ഒരു ഇടവഴിയിലേക്ക്, വെഞ്ഞാറമൂട് ടൗണിന് മുമ്പുള്ള ഒരു ഇടവഴിയിലേക്ക് ഫർസാന നടന്നു നീങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ 3:45 ഏതാണ്ട് 15 മിനിറ്റ് നേരം തുടർച്ചയായി ആ ഇടവഴിയിലൂടെ നടന്ന് ഒരു പ്രത്യേക സ്ഥലത്ത്, അതായത് ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത് പോലെ ഒരു വർക്ക്ഷോപ്പിന് സമീപത്ത് താൻ നിൽക്കാം എന്ന് അഫാൻ ഫോണിൽ വിളിക്കുമ്പോൾ ഈ ഫർസാന വ്യക്തമാക്കുന്നതാണ് അവസാനമായുള്ള ഫോൺ കോളിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള സംഭാഷണം. അതിനുശേഷം അവിടെ നിന്നാണ് ആരും കാണാതെ ഫർസാനയെ അഫാൻ തന്റെ ബൈക്കിൽ കയറ്റി ഈ പേരുമലയിലെ വീട്ടിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ പോലീസിനെ ഇപ്പോഴും കുഴയ്ക്കുന്നത് എന്താണ്, ഈ ഇത്ര ക്രൂരമായി ആ മുഖം വികൃതമാക്കാനുണ്ടായ കാരണം എന്താണ്? അതിനിപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം പോലീസിന് ലഭിച്ചിട്ടില്ല. പലതവണ അഫാനോട് അന്വേഷണ സംഘം പല ഘട്ടങ്ങളായി ഇത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും അത്രയധികം താൻ അവളെ സ്നേഹിച്ചിരുന്നു, തന്നോടും അവൾക്ക് അത്രയധികം സ്നേഹമായിരുന്നു, താനില്ലാതെ മറ്റൊരാൾക്കൊപ്പം അവൾ ജീവിക്കില്ലായിരുന്നു എന്നൊക്കെ അഫാൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്രയധികം സ്നേഹമുള്ള ഒരാളെ ഇങ്ങനെ വികൃതമാക്കി അപായപ്പെടുത്താനുണ്ടായതിന്റെ ഛേദോവികാരം എന്താ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അപ്പോഴാണ് അതീവ രഹസ്യമായി, വളരെ തന്ത്രപരമായി, ബന്ധുക്കളൊക്കെ ഒരുപാടുള്ളതാണ് ഫർസാനയ്ക്ക് ഈ പോകുന്ന വഴികളിൽ, ഈ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വരുന്ന വഴികളിൽ അവിടെ ഒരുപാട് ബന്ധുക്കളുള്ളതാണ്. അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്ത് കൂടിയുള്ള ഒരു ഇടവഴിയിലൂടെ ഫർസാന ഇങ്ങനെ 25 മിനിറ്റോളം സഞ്ചരിച്ചിട്ടുണ്ടാകാം കാൽനടയായി തന്നെ എന്നാണ് പോലീസിന് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സഞ്ചരിച്ചാണ് അഫാനെ പ്രതീക്ഷിച്ച് ഒരു
വർക്ക്ഷോപ്പിന് സമീപത്ത് അവൾ കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് നീ എവിടെ എത്തി എന്ന് ചോദിച്ച അഫാന്റെ ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ എടുത്ത് ഞാൻ വർക്ക്ഷോപ്പിന് സമീപം നിൽക്കുന്നുണ്ട് എന്ന് അഫാനോട് ഫർസാന പറയുന്നു. മിനിറ്റുകൾക്കകം അഫാൻ അവിടെ എത്തി ഫർസാനയും കൂട്ടി പേരമലയിലെ വീട്ടിലേക്ക് ആ മരണയാത്രയ്ക്ക് തന്നെ അപായപ്പെടുത്താനാണ് താൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന അഫാൻ തന്നെ കൊണ്ടുപോകുന്നതെന്നറിയാതെ താൻ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്നേഹിച്ച അഫാനോടൊപ്പം ഈ ഫർസാന യാത്ര ചെയ്യുന്നത്. ആ വേദനയുളവാക്കുന്ന നടുക്കമുളവാക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്.